ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ ഉടുപ്പിയിൽ ഒരു പെട്രോൾ പമ്പിൽ ടെൻ്റടിച്ച് കിടക്കുന്ന ഉറങ്ങാൻ തീരെ സമയം കിട്ടിയില്ല. ഉറക്കവും ശരിയായില്ല. അങ്ങനെ ഇന്ന് ഞങ്ങൾക്ക് ഓടിച്ച് കോലാപ്പൂർ പിടിക്കണം. മഹാരാഷ്ട്ര കോലാപ്പൂർ 500 സംതിങ് കിലോമീറ്റർ ഉണ്ട്. പിടിക്കും. സ്ഥലങ്ങൾ കാണാനില്ല, ഓടിച്ച് പിടിക്കുക അതിനുള്ള കളി. അപ്പം വേഗം പ്രഭാത കൃത്യങ്ങളൊക്കെ ചെയ്ത് റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ്, ട്രിപ്പ് ഇതാ 2ാം ദിവസം, സെക്കൻഡ് ഡേ ഓഫ് ലഡാക്ക് ട്രിപ്പ് അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സമയം ഇപ്പം 6:45. നേരത്തെ തന്നെ നീച്ച് റൈഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഉടുപ്പിയിലെത്തിയിരിക്കുന്നു. ഉടുപ്പിയിൽ നല്ല പ്രഭാത ഭക്ഷണം കഴിക്കാൻ വേണ്ടി നല്ല ഇഡ്ഡലിയും സാമ്പാറും കഴിക്കാൻ വേണ്ടി എല്ലാവരും ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഭയങ്കരമായി വിശപ്പുണ്ടെന്ന് തോന്നുന്നു എല്ലാവരും. അതാ സംസാരിക്കൂ, അങ്ങനെ സംസാരിക്കൂ. ഹലോ, ഇവിടെ പോളിംഗ് തുടങ്ങി, കനത്ത പോളിംഗ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കനത്ത പോളിംഗ് ഡൽഹി മൂഡാണ്. ഡൽഹി മൂഡ് ഇതൊക്കെയുള്ളത്. ഡൽഹി എന്താടാ കറി, ചട്നി. നല്ല ഉടുപ്പി പ്രിയർ വെജ് എന്നൊക്കെ നമ്മളെ നാട്ടിലെ കാണല്ലേ. അപ്പൊ ഉടുപ്പിയിൽ നിന്ന് നമ്മൾ പ്രിയർ വെജ് കഴിക്കും. അപ്പൊ കഴിച്ചിട്ട് വരാം. ചട്നിയും സാമ്പാറും വന്നിട്ടുണ്ട്. നല്ല ഡിഷ്. എന്താ അഭിപ്രായം പറയും ഉടുപ്പി വെജിലെ അഭിപ്രായം പറയടാ. ഈ സാമ്പാറും ഈ ഇഡ്ഡലിയും കൂടി കൂട്ടിയിട്ട് വടരാജൻ ഓർഡർ ചെയ്ത് വട പറഞ്ഞല്ലേ. കഴിക്കട്ടെ ഗൈസ്, കഴിക്കട്ടെ. ചായ കുടി. കുമ്പിളൊക്കെ ആണല്ലോ. കുമ്പിളൊക്കെ ഉണ്ട്. എന്നാ അതിൽ പാർന്നു അറ്റി കുടിക്കാനായി. അറ്റി കുടിക്കാനാ ചൂടുള്ള ചായ. ഇവിടെ ഫയർ ചായ കൊള്ളാം. ഓക്കെ ഫീൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതും കൂടി കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് നല്ല എങ്ങനെയെങ്കിലും മഹാരാഷ്ട്ര കയറിയിട്ടാണോ ഒരു 450 കിലോമീറ്റർ ഉണ്ടോ? അതെങ്ങനെ കവർ ചെയ്തിരിക്കും. ഗൈസ്, ഒരു ബാഗ് പോയി റോഡ് മേലെ വീണു. വണ്ടി കയറി, ബാഗ് പോയിരിക്കുന്നു. ബാഗിന്റെ ഉടമസ്ഥൻ വേഗം പോയി കുപ്പിയും പോയി. അത്തറുണ്ട്, അത്തർ കണക്കുണ്ട്. വാട്ടർ ബോട്ടിൽ പോയി, അത്തറും പോയി. क्या मुश्किल है भाजी, मेंशन कीजिए ये टीम हंडर्स। टीम हंडर्स ओके, हमारा यूट्यूब चैनल है। आपका तो वही है बहुत अच्छा लगा आपसे मिलके। डालूंगा भाई, ये थोड़ा सब्सक्राइब भी करना, ठीक है?
മനസ്സിൻ മഴയിൽ അലയായി ഞാൻ ദൂരെ ഏതേതോ മേഘം പോലെ അലയുന്നു മോഹം തേടി ഞങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഞങ്ങൾക്ക് എല്ലാവർക്കും കണ്ടുപരിചയമുള്ള സ്ഥലമായിരിക്കും. ഗൈസ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ശിരൂരിലാണ്. ശിരൂരിൽ നമ്മുടെ ലാൻഡ് സ്ലൈഡ് സംഭവിച്ച ഗംഗാവരി പുഴയുടെ ഏകദേശം തീരത്തായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. എക്സാക്ട് പറയുകയാണെങ്കിൽ അന്നത്തെ ഇൻസിഡന്റ് നടന്ന ലാൻഡ് സ്ലൈഡിന്റെ കുറച്ച് അവശിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ പുഴയുടെ ഭാഗത്ത് കാണാൻ സാധിക്കും. പുഴയിലാണ് വണ്ടി ലോറി അകപ്പെട്ട് ഏകദേശം ഒരു 10-20 ദിവസത്തെ റെസ്ക്യൂ പരിപാടി. 20 ഒന്നല്ലല്ലോ, 30 ദിവസം ഒരു മാസത്തിന് മുകളിൽ എടുത്തില്ല. ഒരു മാസത്തിന് മുകളിൽ എടുത്തിക്കുന്നു. ഇവിടെ എവിടെയായിരുന്നു ലോറി തോന്നുന്നു. ഇവിടെ എവിടെയാന്ന് തോന്നുന്നു ലോറി. അന്നത്താന്ന് തോന്നുന്നു ആ മണ്ണൊക്കെ കാണുന്നത്. അങ്ങോട്ട് ആ ഒരു ഏരിയ ആണ്. അവിടുത്തെ ആ വില്ലേജ് അന്ന് വെള്ളം കയറിയിട്ട് പോയ ആ ഒരു ഏരിയ ആണ് നിങ്ങളിപ്പോൾ കാണുന്ന ആ ഒരു വിഷ്വലുള്ളത്. കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഏരിയ മൊത്തം ഡിസ്ട്രോയിഡ് ആയിട്ടുണ്ട്. യെസ്, അന്ന് നല്ല വെള്ളമൊക്കെ പൊന്തി. അന്നത്തെ വാർത്തയിലൊക്കെ കണ്ടില്ലേ? അന്ന് മണ്ണൊന്നും നല്ലോണം കാണില്ല, വേത്തിലെ കല്ലൊക്കെ ഒത്തിരിയോ കാണുള്ളൂ. അപ്പൊ നല്ലോണം കാണുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പോകുന്ന റൂട്ടിലാണ് സംഭവം. അപ്പൊ നിങ്ങൾ കൊലാപ്പൂരേക്ക് പോയി മുംബൈ റൂട്ടിന് നിർത്തിയാണ് നമ്മള്. അത് കണ്ടപ്പോ ഇവിടെ നിർത്തിയാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഉള്ള കർണാടകയാണ്. കൊടുങ്കാട്ടിനുള്ളിൽ ഒരു പെട്രോൾ പമ്പ് കലാട കയറിയുണ്ട്. ജസ്റ്റ് നമ്മളെല്ലാവരും റെസ്റ്റ് എടുക്കുന്നത് വിടാൻ വെച്ചേക്കാം. കൊടുങ്കാട്, അതെ. ഒരു 200 കിലോമീറ്റേഴ്സ് കൂടെ ഉള്ളൂ മഹാരാഷ്ട്ര കയറാൻ. ഗായ്സ് നമ്മളിപ്പോൾ പമ്പ് കയറി മഹാരാഷ്ട്ര എത്താനായി. മനസ്സിൻ മഴയിൽ അലയായി ഞാൻ ദൂരെ ഏതേതോ മേഘം പോലെ അലയുന്നു മോഹം തേടി.
പെരും മഴ. എല്ലാവരും കോട്ടെടുക്കുകയാണ്. ഈവൻ എപ്പോഴും ലോഡാവൻ ഇങ്ങനെ എടുക്കൂ. ഉള്ളൂമ്പലാണ് ഗായ്സ്. ഒരു വണ്ടി മഴ പെയ്ത് സൈഡായി. ആ വണ്ടീനെ കാത്തിക്കാണ് ഇപ്പോൾ. കൊൽഹാർപൂറിലേക്ക് ഇനിയും 100 കിലോമീറ്റർ കൂടി ഉണ്ടെന്നാണ് കാണിക്കുന്നത്. ഈ തടിയെ ഞങ്ങൾക്ക് ഫുഡ് വാങ്ങി തരുന്നില്ല ഗായ്സ്. നല്ല ബിരിയാണി കഴിക്കാൻ മഹാരാഷ്ട്ര കർണാടക ബോർഡർ. ബസ്മതി റൈസ് കൊണ്ടാണ് ഉണ്ടാക്കിയെന്നാണ് ജ്യോതിർ പറയുന്നത്. ഈ ബിരിയാണി എന്താ പറയുക, ഒന്ന് കഴിഞ്ഞാൽ എങ്ങനെ വരും, ബസ്മതി ആയിട്ടാണോ അല്ലാണ്ട് ആയിട്ടാണോ തിന്നു കഴിഞ്ഞാൽ അറിയാം വരുന്നത് എങ്ങനെയാണ്. എത്ര ആയിനാള് എന്താ ടേസ്റ്റ് പറയും. നല്ല ടേസ്റ്റ് ഉണ്ട് അതറി, നല്ല ടേസ്റ്റ് ഉണ്ട് പറയും, നല്ല ടേസ്റ്റ് ഉണ്ട്. അമ്മോ എന്താ പറയണോ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ റൈഡ് ഇവിടെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. നമ്മളിപ്പോൾ മഹാരാഷ്ട്ര കർണാടക ബോർഡറിലാണ് നമ്മളിപ്പോൾ റൂം എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ റൂമാണ്, അത്യാവശ്യം ചെറിയ സെറ്റപ്പിലുള്ള റൂമാണ്. അടി കൊടുത്ത റൂം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെറിയൊരു റൂം എടുത്തതാണ്. ചെറിയ റൂം കാരണം ടെൻ്റ് അടിക്കാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അതിൻ്റെ ഇടയിൽ കൂടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നല്ലൊരു മഴ കിട്ടി. കർണാടകയിൽ ഇപ്പോൾ മഴയാണെന്നാണ് ഇവിടെ ആൾക്കാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. പക്ഷേ ഞങ്ങൾക്ക് ഒരു 80 കിലോമീറ്ററോട് ഹൈവേയിൽ മുംബൈ ഹൈവേയിൽ നല്ല പെരും മഴ, നല്ല റെയിൻ, നല്ല മഴ, കണ്ണും കൂടി കാണാൻ പറ്റാത്ത നല്ല പെരും മഴ. എങ്ങനെയൊക്കെ ഓടിച്ച് കൊൽഹാപൂർ മുമ്പ് മഹാരാഷ്ട്ര പിടിക്കണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു കുറച്ച് മുന്നേ ബോർഡറിൽ നിന്ന്, കാരണം ഞങ്ങൾ 8 മണി വരെ റൈഡ് ചെയ്യാറുള്ളൂ. കാരണം രാവിലെ എഴുന്നേറ്റ് നേരത്തെ എണീച്ച് റൈഡ് സ്റ്റാർട്ട് ചെയ്യും, രാത്രി വേഗം റൈഡ് സ്റ്റോപ്പ് ചെയ്യും. കാരണം നൈറ്റ് റൈഡ് ചെയ്യേണ്ടെന്ന് മുന്നേ പോയ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ എന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് സേഫ് അതാണെന്ന് തോന്നിയുകൊണ്ട് ഞങ്ങൾ നേരത്തെ റൈഡ് നിർത്തും. വലിയ കുഴപ്പമില്ലാതെ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. എന്നൊക്കെ അടിപൊളി റൈഡായിരുന്നു. അപ്പം ഓക്കെ ഗൈസ്.